നമസ്കാരം. ആർക്കിടെക്ട് ശ്യാം, റിപ്പയർ കൊച്ചിയിൽ നിന്നും. കേടുപാടുകൾ വന്ന് നാശോന്മുഖമായ വീടുകളും കെട്ടിടങ്ങളും നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ള സൗകര്യത്തിൽ ജീവിക്കുമ്പോൾ കെട്ടിടത്തിന്റെ തകരാറുകൾ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കൃത്യസമയത്ത് ചെറിയ ചെറിയ മെയിൻ്റനൻസുകൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് വലിയ വലിയ റിപ്പയറുകളിലേക്ക് അത് നയിക്കും. അങ്ങനെ നാശത്തിലേക്ക് പോകാതെ കോടികൾ വിലയുള്ള ഭൂമിയിലെ ഈ വീടിനെ ചെറിയ ചെലവിൽ ഭംഗിയാക്കിയത് എങ്ങനെയെന്ന് നോക്കാം. ഈ വീട്ടിലുണ്ടായ ആവശ്യങ്ങൾ: ഒന്ന്, 2 നിലയിൽ 2 കുടുംബമാണ് താമസിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ നിലയിലെ കുടുംബത്തിന് കൃത്യമായൊരു ഡ്രോയിങ് റൂം ഇല്ലായിരുന്നു. പലയിടത്തും പഴക്കം കൊണ്ട് കമ്പി ദ്രവിച്ചിട്ടുണ്ട്. റൂഫ് സ്ലാബിന് കേടുപാടുകൾ ഉണ്ട്. അതുകൊണ്ട് 3, ഓപ്പൺനെസ്, സ്പേസിലുള്ള ഓപ്പൺനെസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് പലയിടത്തും തോന്നുന്നില്ല. 4, മൊത്തത്തിൽ ചെതലിന്റെ ശല്യമുണ്ട്. 5, 2 വീടിലെയും അടുക്കള ഷെൽഫുകൾക്ക് കേടുപാടുകളുണ്ട്. ടീം റിപ്പയർ കൊച്ചി ഇവിടെ ചെയ്തത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. 1, കസ്റ്റമറുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. 2, അവിടെയുള്ള പുനരുപയോഗം ചെയ്യാവുന്ന സൗകര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായി മനസ്സിലാക്കി. 3, കെട്ടിടത്തിന്റെ ഉറപ്പ് പരിശോധിച്ചു. 4, കൃത്യമായ ഒരു ടെക്നിക്കൽ പ്രൊപ്പോസലും ചെലവുകളെ കുറിച്ചുള്ള വിവരങ്ങളും വിശദീകരിച്ചു. 5, ആ സൊല്യൂഷൻ നടപ്പാക്കി. വളരെ ലളിതമായി പഴയ ഉപയോഗശൂന്യമായ ഒരു സ്റ്റോർ റൂം, ശരിക്കും പറഞ്ഞാൽ ഉപയോഗശൂന്യമായ ഒരു സ്റ്റോർ റൂം അല്ല, അടുത്തടുത്ത് 2 സ്റ്റോർ റൂംസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇച്ചിരി വലുതും ഒരെണ്ണം ഇച്ചിരി ചെറുതുമായിരുന്നു. ഇത് രണ്ടിനും പുറത്തു നിന്നുള്ള എൻട്രൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിന്റെ പുറത്തു നിന്നുള്ള എൻട്രൻസ് രണ്ടും അടച്ചെടുത്തിട്ട് അതിന് ഇന്റേണൽ സ്റ്റെയർ റൂമിന്റെ ഒരു ഭാഗമാക്കി മാറ്റി. അതിന്റെ ഇടയിൽ ഒരു ഭിത്തിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പൊളിച്ചെറിഞ്ഞു. അപ്പോ ആ ഒരു സ്റ്റെയർ റൂം ഇരിക്കുന്ന സ്പേസും ആ ഒരു ഡ്രോയിങ് റൂമായിട്ട് വരുന്ന ഒരു സ്പേസും ഒക്കെ കൂടി ചേർന്നിട്ട് നല്ല രസകരമായ ഒരു സ്പേസ് ആയിട്ട് മാറി. അതാണ് ആദ്യമായിട്ട് ചെയ്ത കാര്യം. ശരിക്കും പറഞ്ഞാൽ ആ മുറിയിലേക്കുള്ള എൻട്രൻസ് കറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ ഡ്രോയിങ് റൂമിലേക്കുള്ള എൻട്രൻസ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പഴയ സ്റ്റെയർ കേസിനെ ഒന്ന് തിരിച്ചു വെക്കേണ്ടി വന്നിരുന്നു. മുകളിലുണ്ടായിരുന്ന ഒരു ടോയ്ലറ്റിന്റെ അതിന്റെ ഡ്രെയിനിന്റെ ലീക്കും കൊണ്ട് റൂഫ് സ്ലാബിന് കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പോർഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പോർഷനിലെ കംപ്ലൈൻസ് കംപ്ലീറ്റ് നമ്മൾ ആ സ്ലാബ് പൊട്ടിച്ച് കളഞ്ഞിട്ട് പുതിയതായിട്ടൊരു സ്ലാബ് കോൺക്രീറ്റ് ചെയ്തെടുത്ത് അങ്ങനെ പുതിയൊരു ടോയ്ലറ്റും കൂടി ഉണ്ടാക്കി. അപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലെ കേടുവന്ന സ്ലാബിന്റെ എല്ലാ പ്രശ്നവും മാറിക്കിട്ടി. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലെ റൂഫ് സ്ലാബ്, ടെറസ് ആയിട്ടുള്ള റൂഫ് സ്ലാബാണ് നമ്മൾ പറയുന്നത്. അതിന് കാലപ്പഴക്കം കൊണ്ട് കമ്പികൾ തുരുമ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കമ്പികൾ തുരുമ്പിക്കുമ്പോൾ വികസിച്ചു. അത് സ്വാഭാവികമായിട്ടും അതിന്റെ താഴെ സീലിംഗ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സീലിംഗ് ടൈലിന് അതിന്റെ ഒപ്പമുള്ള പ്ലാസ്റ്ററിങ് ഇതിനെല്ലാം അപകടകരമായ വിധത്തിൽ താഴേക്ക് ഇട്ടിരുന്നു. നമുക്കറിയാലോ ഇതൊക്കെ ആരുടെയെങ്കിലും മേത്ത് വീണ് കഴിഞ്ഞാൽ സ്ഥിതി എന്താവുന്നുള്ളത്. അപ്പൊ ഈ സ്ലാബ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുത്തി പൊട്ടിച്ച് ഒഴിവാക്കി പുതിയ സ്ലാബ് ഉണ്ടാക്കേണ്ടി വന്നു. അപ്പൊ അതങ്ങനെ ഉണ്ടാക്കിയപ്പോ നമ്മള് ഒരടി അങ്ങ് പൊക്കി വെച്ചു. അപ്പൊ എന്താ പറഞ്ഞാൽ കുറച്ച് കൂടി ഭംഗിയായി. എന്താ പറഞ്ഞാൽ ആ വീണ്ടും അടുത്ത ഫ്ലോറിലേക്ക് പോണ ഒരു ചെറിയൊരു കോറിഡോർ ഉണ്ടായിരുന്നു. ആ കോറിഡോറിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തത്. അതിന്റെ ഒപ്പം തന്നെ പഴയ ബാൽക്കണിയുടെ മുകളിലേക്ക്, നേരത്തെ ബാൽക്കണിയുടെ മുകളിലേക്ക് ഷീറ്റ് റൂഫാണ് ഉണ്ടായിരുന്നത്. അപ്പം അവിടേക്ക് നമ്മൾ ഈ RCC റൂഫിനെ കാൻഡിലിവർ ചെയ്തെടുത്ത് അതോടുകൂടി ബാൽക്കണിയും ഒരു നല്ല സ്പേസ് ആയിട്ട് മാറി. അത് നമ്മൾ പിന്നീട് ഗ്രില്ലൊക്കെ ഇട്ട് അടച്ച് നല്ല സേഫ്റ്റി ആക്കി മാറ്റുകയും ചെയ്തു. പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പഴയ പാരപ്പറ്റിലെ ക്രാസി ടൈപ്പ് ഒരു, എനിക്ക് തോന്നുന്നു 90s ഈ ക്രാസി ടൈപ്പ് ഹാൻഡ് റെയിൽസ് പോപ്പുലർ ആയിരുന്നത്. അതിന്റെ കാലുകൾക്ക് കാലപ്പഴക്കം കൊണ്ട് അടന്നു പോണ ഒരു സ്വഭാവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും താഴെ പോണ ആൾക്കാരുടെ ആരെങ്കിലും എത്തി വീണ് കഴിഞ്ഞാൽ അപകടമാണ്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് നമ്മൾ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ പാരപ്പറ്റ് ഉണ്ടാക്കി. അതോടുകൂടി അവിടുത്തെ പ്രശ്നങ്ങളും തീർന്നു. ഈ വാഷ് ബേസിൻ കണ്ട, ഈ വാഷ് ബേസിൻ ശരിക്കും പറഞ്ഞാൽ ഒരു ആർച്ചിന്റെ ഉള്ളിലായിട്ട് ഒതുങ്ങിയിരുന്നിരുന്നതാണ്. അപ്പൊ ഒരു കൺജഷൻ അവിടെ ഉണ്ടായിരുന്നു. ആ കൺജഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ആർച്ചും അതിന്റെ സൈഡിലുള്ള ഭിത്തിയൊക്കെ എടുത്തു കളഞ്ഞിട്ട് ഒരു ഓപ്പൺ സ്പേസ്, ഓപ്പൺനെസ് അവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഒരു ചെറിയ സ്പേസിൽ നിന്ന് വലിയ സ്പേസിലേക്ക് ഈ വാഷ് ബേസിൻ വെക്കാൻ വേണ്ടി വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ
കിച്ചന്റെ തകർന്ന കബോർഡുകൾ പുതുക്കിയിട്ട് മൾട്ടിവുഡ് കൊണ്ട് നമ്മൾ പോളിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അവിടെയും നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പഴയ അവൈലബിൾ റിസോഴ്സസ് മാക്സിമം റീയൂസ് ചെയ്തു. അതുകൊണ്ട് അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞ് പൊളിച്ച് പുതിയ കെട്ടിടം പണിയേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ മാറ്റിയിട്ട് ചുരുങ്ങിയത് 50 വർഷം നിലനിൽക്കുന്ന ഒരു അസറ്റ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അത് എന്താന്ന് പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞിട്ട് ഈ ബിൽഡിംഗ് പൊളിക്കുമ്പോൾ അത് മാലിന്യമായിട്ട് പ്രകൃതിയിലേക്ക് വരും. അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ പുതിയൊരു ബിൽഡിംഗ് പണിയാ, ആ പുതിയ ബിൽഡിംഗ് പണിയണതിന് ഇത്രയും നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് റിനോവേഷൻ എന്ന് പറയുന്നത് വെറുതെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റി മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നേച്ചറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. റിപ്പയർ കൊച്ചിക്ക് കേരളത്തിൽ 12 ജില്ലയിലും സർവീസ് ഉണ്ട്. ഫ്രാഞ്ചൈസി രീതിയിൽ കൺസ്ട്രക്ഷൻ ബിസിനസ് ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ കമ്പനിയാണ് റിപ്പയർ കൊച്ചി. ഫ്രാഞ്ചൈസി രീതിയിൽ കേരളത്തിന് പുറത്തേക്ക് വളരെയും ചെയ്യുന്നുണ്ട് റിപ്പയർ കൊച്ചി. ശരിക്കും പറഞ്ഞാൽ റിപ്പയർ, റിനോവേറ്റ്, റീയൂസ് ഇവ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ സർക്കുലർ എക്കണോമിയിലേക്ക് നയിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ തന്നെയാണ് വെക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും വെക്കേണ്ടതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി, ദ റിനോവേഷൻ എക്സ്പെർട്സ്.